ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബിരിയാണിയുടെയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു 1.5 കപ്പ് അരി വേണം. ഞാൻ ജീരകശാല ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്. പിന്നെ ഞാൻ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ബിരിയാണി മസാല പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇതുപോലെ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നൈസായിട്ട് അരിഞ്ഞ് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നോർമലായിട്ട് അരിഞ്ഞ് കുറച്ച് ഉള്ളിയുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് ഒരു പിടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരപ്പിടി പുതിന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കത് നന്നായിട്ട് ഒന്ന് വഴറ്റി കളർ മാറുന്ന വരെ ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഷെയ്ഡാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒത്തിരി അങ്ങ് മുരിയണ്ട. നമ്മളിവിടെ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴന്ന് വരുന്നത് നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പൊടിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ, ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴന്ന് വന്ന മസാലയിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം, ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നമ്മളിതിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണിയിലേക്കുള്ളത്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട, കറാമ്പൂവ്, ഏലക്ക, ബേ ലീഫ് ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിയിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1.5 കപ്പ് അരിയിലേക്ക് 3 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കഴുകി കുതിർത്ത് വാർക്കാൻ വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മസാല ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 പാത്രത്തിലേക്ക് ഇതുപോലെ ചെമ്മീൻ്റെ മസാല മാറ്റിയിട്ടുണ്ട്.
ഇനി നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ പാനിലുള്ള മസാലയിലേക്ക് നമുക്ക് കുറച്ച് ചോറ് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ചോറ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോറ് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് അതിന് മേലെ ഇതുപോലെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയും അതുപോലെ കുറച്ച് നെയ്യും, ഇപ്പം ഞാൻ നെയ്യാണ് ഒഴിച്ചത്. ഇനി നമുക്കതിലേക്ക് ആ ഉള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്കതിൻ്റെ മേലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മേലത്തെ ടോപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ പോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചത് നമ്മൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലേശം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് കുറച്ച് നേരം നമ്മളൊന്ന് ദമ്മിടുന്ന പോലെ ഒന്ന് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുള്ള നമ്മുടെ ബിരിയാണിയാണ് ഇത്. നമുക്ക് ചെറുതായിട്ട് സൈഡിൽ നിന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ബിരിയാണി മസാലയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.